നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രുതി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയുർവേദം ഫോളോ ചെയ്യുന്ന ആളുകളും അല്ലാത്ത ആളുകളൊക്കെ ഒരുപാട് കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു പേരാണ് അശ്വഗാരിഷ്ടം. സ്ത്രീകൾ അവരുടെ ലൈഫ് ടൈമിൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയോ അല്ലാതെ ബന്ധുക്കളൊക്കെ പറഞ്ഞറിഞ്ഞിട്ട് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു മരുന്ന് തന്നെയാകണം അശ്വഗാരിഷ്ടം. എല്ലാവരുടെ കാര്യമല്ല, എന്നാലും ഒരുപാട് സ്ത്രീകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു മരുന്നാവണം അശ്വഗാരിഷ്ടം. അപ്പോൾ അശ്വഗാരിഷ്ടത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്, അത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന എന്തൊക്കെ അസുഖങ്ങളിലാണ്, പിന്നെ അരിഷ്ടങ്ങളൊക്കെ കുടിക്കുമ്പോൾ പൊതുവേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അശ്വഗാരിഷ്ടം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റെ പേര് വെച്ചിട്ട് തന്നെയാണ് ആ ഒരു മരുന്നിന് പേര് കൊടുത്തിരിക്കുന്നത്, അശോകം. അശോകം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള അശോക ചെക്കി. ബൊട്ടാണിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ സാരക്ക അശോക, സംസ്കൃതത്തിൽ അശോക എന്ന് പറയും. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ആ പെർട്ടിക്കുലർ പ്ലാന്റിൻ്റെ മരത്തിൻ്റെ ബാർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ബാർക്ക് തറിച്ച് അത് കഷായമാക്കി കുറുക്കി അതിലേക്ക് നമ്മൾ ശർക്കര, പിന്നെ താത്തിരിപ്പൂവ് എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൽ ധാത്തക്കി പുഷ്പ എന്ന് പറയും. അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം വുഡ്ഫോഡിയ ഫ്ലോറിബണ്ടയാണ്. സാധാരണ ഇന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് വൈനൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ വീടുകളിൽ ഈ ധാത്തക്കി പുഷ്പം ഫെർമെൻറ്റേഷൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ ആസവങ്ങൾ അരിഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ധാത്തക്കി പുഷ്പം. ഇതിന് ഈ ഒരു പ്രോപ്പർട്ടി മാത്രമല്ല, ഒരുപാട് മറ്റ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ അശ്വഗാരിഷ്ടത്തിൽ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ധാത്തക്കി പുഷ്പം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെന്ന് വെച്ചാൽ അയമോദകം യൂസ് ചെയ്യുന്നുണ്ട്, ജീരകം ഉപയോഗിക്കുന്നുണ്ട്, നീലത്താമര അല്ലി ഉപയോഗിക്കുന്നുണ്ട്, മാങ്ങയണ്ടിപ്പരിപ്പ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ വാസ എന്ന് വെച്ചാൽ ആടലോടകം, അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം അഡാത്തോട വാസിക്ക. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ശുണ്ഠി എന്ന് വെച്ചാൽ ചുക്ക്, ഉണങ്ങിയിട്ടുള്ള മീൻസ് ഡ്രൈഡ് ജിഞ്ചർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മുത്തങ്ങ എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ മുസ്ത എന്ന് പറയും, മലയാളത്തിൽ നമ്മൾ മുത്തങ്ങ. അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം സൈപ്രസ് റോട്ടൻഡസ്. ആ ഹെർബ് കൂടെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ ത്രിഫല ഒരുപാട് ആളുകൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു കോമ്പിനേഷനാണ് ത്രിഫല. അത് നമ്മൾ മലയാളത്തിൽ കടുക്ക, നെല്ലിക്ക, താനിക്ക എന്ന് പറയുന്ന 3 ഫലങ്ങളാണ്. സംസ്കൃതത്തിൽ അതിന് ഹരീതക്കി, വിബീതക്കി, ആമലക്കി എന്ന് പറയും. ബൊട്ടാണിക്കൽ നെയിം ആണെങ്കിൽ ടെർമിനേലിയ ചെബുല, ടെർമിനേലിയ ബെലിരിക്ക ആൻഡ് എംബിലിയ ഒഫിഷ്യനാലിസ്. ഓക്കെ, അപ്പോൾ ഇത്ര സംഭവങ്ങൾ നമ്മളിതിൽ ചേർക്കാറുണ്ട്. അതുകൂടാതെ മരമഞ്ഞൾ തൊലി, അതായത് ദാരുഹരിദ്ര, ബെർബറിസ് അരിസ്റ്റേറ്റ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റും ഇതിൽ ചേർക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വസ്തുക്കൾ ചേർത്ത്, മാത്രമല്ല ഇതിൽ സെൻറ്റാലം ആൽബം, ശ്വേതചന്ദനം, വെളുത്ത ചന്ദനം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ പെർട്ടിക്കുലർ അശ്വഗാരിഷ്ടം ഉണ്ടാക്കുന്നത്. അപ്പം ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ വുഡൻ ബാരൽ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. സ്മോൾ സ്കെയിലാണ് പ്രൊഡക്ഷൻ എങ്കിൽ നമ്മൾ സാധാരണ നല്ല ഭരണിയാണ് യൂസ് ചെയ്യാറ്. ഭരണി യൂസ് ചെയ്തിട്ട് അതിൽ ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരുമിച്ചാക്കിയിട്ട് നമ്മൾ എയർ ടൈറ്റായിട്ട് അതിനെ ശീലമൺ ചെയ്യുക എന്ന് പറയും. അതുപോലെ ആക്കിയിട്ട് 1 മാസം നമ്മൾ അത് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് വെക്കും. 1 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മളത് തുറന്ന് അതിൻ്റെ മുകളിലുള്ള തെളി അത് എടുക്കും. അതാണ് അശ്വഗാരിഷ്ടമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്, ഞാനൊരു സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇത് ഏതൊക്കെ കണ്ടീഷനിലാണ് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഈ അശ്വഗാരിഷ്ടം കൊടുക്കുന്നതെന്ന് പറയാം. സാധാരണയായിട്ട് ഇതിൽ ഈ എല്ലാ നമ്മൾ യൂസ് ചെയ്തുള്ള ഹെർബിൽ കാണുന്ന ഒരു ഫൈറ്റോ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത് ടാനിൻസ് ആണ്. അപ്പോൾ ടാനിൻസ് എന്ന് പറഞ്ഞാൽ അവർ നല്ലൊരു ആൻറ്റി ഓക്സിഡൻസ് ആണ്. മാത്രമല്ല അതിന് സ്തംഭനയാണ് അതിൻ്റെ പ്രോപ്പർട്ടി. സ്തംഭന എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യാന്നുള്ള ഒരു സ്പെഷ്യൽ ആക്ഷനാണ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബ്ലീഡിങ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാം, ലൂസ് ടൂൾസ് ആണെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാം. അതാണ് മെയിൻലി സ്തംഭന എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഈ ടാനിൻസിൽ കണ്ടുവരുന്നുണ്ട്. ഇത് മാത്രമല്ലാണ്ട് നല്ലൊരു വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടി കൂടെ ടാനിൻസിൽ കാണുന്നുണ്ട്. ഇതിൽ ടാനിൻസ് മാത്രമല്ല ഒരുപാട് ഫൈറ്റോ കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. പക്ഷെ മുന്നിട്ട് നിൽക്കുന്നത് ടാനിൻസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ആക്ഷൻ ഞാൻ ഇവിടെ പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പല ബ്ലീഡിങ് ഡിസോർഡറിലാണ്. പൊതുവേ ലേഡീസിന് കണ്ടുവരുന്ന മെനോറീജിയ, അതായത് അമിതമായ രക്തസ്രാവം, അതിനൊക്കെയാണ് അശ്വഗാരിഷ്ടം മെയിനായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിന് മാത്രമല്ല പല രീതിയിലുള്ള ഗർഭാശയ രോഗങ്ങൾക്കും മറ്റു പല അസുഖ കണ്ടീഷനിലുള്ള യോനിസ്രാവ രോഗങ്ങൾക്കും, മാത്രമല്ല ആർത്തവ ക്രമക്കേടുകൾക്കും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള വേദന, മൂഡ് സ്വിങ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും അശ്വഗാരിഷ്ടം ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിനല്ലാതെ, അതായത് സ്ത്രീകളുടെ പ്രശ്നത്തിനല്ലാതെ പൊതുവെ പനിക്ക്, പ്രമേഹത്തിന്,
പിന്നെ ഒടിമ അത് ശോഫം, അതിന് പിന്നെ അഗ്നിമാന്ദ്യം, ഛർദി, അങ്ങനെ അർഷസ്, അങ്ങനെയുള്ള പല കണ്ടീഷനിലും നമുക്ക് അശ്വകാരിഷ്ടം ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഈ അശ്വകാരിഷ്ടം തന്നെ പൊതുവേ ആളുകൾ പറയും സ്ത്രീകൾക്കുള്ള ഒരു അരിഷ്ടമാണെന്ന്. അപ്പം ഇതന്നെ അർഷസിലോ അഗ്നിമാന്ദ്യത്തിലോ കൊടുത്തെന്ന് വെച്ച് നമ്മൾ അത്ഭുതപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഒരുപാട് ഡ്രഗ്സിൻ്റെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലൂടെയാണ് ഓരോ ആയുർവേദ പ്രിപ്പറേഷനും നടന്നു പോകുന്നുള്ളത്. അപ്പം അത് പെർട്ടിക്കുലർ ഡോസിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരേ മരുന്ന് തന്നെ പല അസുഖ കണ്ടീഷനിലും കൊടുക്കാവുന്നതാണ്, വെച്ചാൽ ഫലവത്തായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഇൻഡിക്കേഷൻ അശ്വകാരിഷ്ടത്തിൻ്റെ. ഇനി നമുക്ക് അരിഷ്ടങ്ങൾ കുടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനിവിടെ പറയാം. പൊതുവേ ആളുകൾക്ക് അരിഷ്ടങ്ങൾ, ലേഹ്യങ്ങളൊക്കെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്ത ബന്ധുവോ അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സൊക്കെ കഴിക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ച് വാങ്ങി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ തന്നിഷ്ടപ്രകാരം ആരോ പറഞ്ഞത് കേട്ടിട്ട് പോയിട്ട് ഒരു മെഡിസിനും ഉപയോഗിക്കാൻ പാടില്ല. കാരണം മരുന്നുകളെ മരുന്നുകളായിട്ട് തന്നെ കാണണം. ഓരോ മരുന്നുകളിലും ഒരുപാട് ആക്ഷനുള്ള ഒരുപാട് ഹെർബ്സ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരാൾക്ക് ഒരു പെർട്ടിക്കുലർ രോഗത്തിന് ഒരു ഡോക്ടർ നിശ്ചയിച്ചിട്ടുള്ള അളവും ആ മെഡിസിനും നമുക്ക് ചിലപ്പം അതേ രീതിയിൽ ഭവിക്കണമെന്നില്ല, അതിൻ്റെ റിസൾട്ട് അതേപോലെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ എന്തൊരു അസുഖം ഉണ്ടായാലും അവസ്ഥ ഉണ്ടായാലും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ ഉപയോഗിക്കുക. അത് ലേഹ്യമാണെങ്കിലോ അരിഷ്ടമാണെങ്കിലോ എന്തായാലും അതുപോലെ തന്നെ കഴിക്കുക. പിന്നെ നമ്മളെ നാട്ടിൽ കണ്ടുവരുന്നതാണ് ഈ പ്രസവ ശുശ്രൂഷ, അതായത് പ്രസവശേഷം ആരോടും ചോദിക്കാതെ തന്നെ പണ്ട് മുതലേ കഴിച്ചു വരുന്ന കുറേ അരിഷ്ടങ്ങളും കുറേ കഷായങ്ങളും കുറേ ലേഹ്യങ്ങളും തന്നിഷ്ടപ്രകാരം തന്നെ കഴിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് ആ പെർട്ടിക്കുലർ ലേഡിക്ക്, ആ പ്രസവിച്ച സ്ത്രീക്ക് അത് അവരുടെ ശരീരത്തിന് പിടിച്ചിട്ടില്ലെങ്കിൽ, നല്ല രീതിയിൽ അവർക്കത് നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് മൊത്തം ഒരു സയൻസിന്, ഒരു ആയുർവേദം എന്ന ഒന്നിനെ തന്നെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഏതൊരു സമയത്തും ഏതൊരു കണ്ടീഷനിലും നമ്മൾ മരുന്ന് എടുക്കുമ്പം കൃത്യമായ അറിവുള്ള ആളുകളെ സമീപിച്ച് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം കൊണ്ട് മാത്രം മെഡിസിൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അരിഷ്ടത്തിനെ കുറിച്ച് ഞാൻ പറയാം. അരിഷ്ടം എന്ന് പറഞ്ഞത് ഒരു ഫെർമെൻറ്റേഷനിലൂടെ ആ ഒരു പ്രക്രിയയിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള മെഡിസിനാണ്. അപ്പോൾ അതിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അരിഷ്ടങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ, അതായത് അസിഡിറ്റി, ഹൈപ്പർ അസിഡിറ്റി, നെഞ്ചിരിച്ചിൽ, പുളിച്ചു തേട്ടൽ, അങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ഉള്ള ആളുകൾ ഒരു കാരണവശാലും നമ്മൾ അരിഷ്ടങ്ങൾ അമിതമായി ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ തന്നെ അരിഷ്ടം വെറും വയറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല. വെറും വയറ്റിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഹോട്ട് പൊട്ടൻസിയാണ്, അതായത് ശരീരത്തിന് കുറച്ചൊരു ഉഷ്ണത ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷനാണ് അരിഷ്ടങ്ങൾ. അപ്പോൾ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ നെഞ്ചിരിച്ചിൽ, പുളിച്ചു തേട്ടൽ, വയറുവേദന, അങ്ങനെ പല അസ്വസ്ഥതകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അരിഷ്ടങ്ങൾ ഡോക്ടർ പ്രത്യേകിച്ച് ഇപ്പം അഗ്നിമാന്ദ്യം, അജീർണം അതുപോലുള്ള കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് മുന്നേ കഴിക്കാം. അല്ലാതെ ഒരു കാരണവശാലും ഭക്ഷണത്തിന് മുന്നേ കഴിക്കാൻ പാടുള്ളതല്ല. ഭക്ഷണത്തിന് ശേഷം മാത്രം കഴിക്കുന്നതാണ് ഉത്തമം. പിന്നെ അരിഷ്ടം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം ശ്രദ്ധിക്കണം. അതായത് അമിതമായ എരിവോ പുളിയോ ഉപ്പോ മസാല കലർന്നതോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പാടെ ഉപേക്ഷിക്കുക. അതായത് അസിഡിറ്റി പോലുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ അരിഷ്ടങ്ങൾ കഴിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ അവരുടെ സ്റ്റൂളിൻ്റെ കളറ് ചേഞ്ച് ആവും, ഒന്ന് കറുത്ത പോലെ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പല പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മൾ മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ബ്ലീഡിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറിനോട് ആ കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട്. പിന്നെ അരിഷ്ടം കഴിക്കുന്ന സമയത്ത് വയറിരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ട് വരുന്ന ആളുകൾ നിർബന്ധമായിട്ടും വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സാധാരണ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അരിഷ്ടങ്ങൾ കൊടുക്കാറില്ല. 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് അരിഷ്ടങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡോസേജ്, ആ ഒരു അളവിൽ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ, ഇന്ന് ചെയ്തു വരുന്നത് പോലെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി നമ്മുടെ ഇഷ്ടപ്രകാരം അരിഷ്ടങ്ങൾ വാങ്ങി കഴിക്കാതിരിക്കുക. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി കമൻസിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.